നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു വ്യക്തി നേരിടുന്ന അസ്തിത്വ പ്രതിസന്ധിയെയും വംശീയ വിവേചനത്തെയും പറ്റി പറയുന്ന ഫ്രഞ്ച് സെനഗലീസ് എഴുത്തുകാരിയായ ഫാറ്റു ഡിയോമിന്റെ ശ്രദ്ധേയമായ ഒരു കഥയാണ് പ്രീഫറൻസ് നാഷണാലെ. നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപരേഖയിൽ നിന്നും തുടങ്ങാം. ഈ കഥ ഫ്രാൻസിൽ താമസിക്കുന്ന ഒരു സെനഗലീസ് സ്ത്രീയുടെ അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. അവരുടെ ജീവിതം ഫ്രഞ്ച് പൗരത്വം നേടാനുള്ള നിയമപരമായ തടസ്സങ്ങൾ, അതായത് പുതിയ നിയമം അനുസരിച്ച് പൗരത്വ ആനുകൂല്യങ്ങൾക്ക് 2 വർഷം കാത്തിരിക്കണം എന്നത് കാരണവും ജോലിസ്ഥലത്തെ വംശീയ വിവേചനം കാരണവും ബുദ്ധിമുട്ടിലാണ്. ഈ കാലതാമസം ബന്ധങ്ങൾ തകർക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് കഥാകാരി അഭിപ്രായപ്പെടുന്നു. പ്രധാനമായും 2 ജോലികൾക്കായുള്ള അപേക്ഷകളും അതിലെ വിവേചനങ്ങളുമാണ് കഥാഭാഗത്ത്. 1. ബേക്കറിയിലെ ജോലി. ഒരു സെയിൽസ് ഗേളിന്റെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ബേക്കറി ഉടമ വംശീയമായി കളിയാക്കുകയും പ്രാദേശിക, അതായത് അൽസേഷ്യൻ ഭാഷ അറിയാത്തതിന്റെ പേരിൽ ജോലി നിഷേധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും അപമാനകരമായ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തു പോയി ജോലി ചെയ്യുന്നില്ല എന്നതായിരുന്നു. 2. ട്യൂട്ടർ ജോലി. ഫ്രഞ്ച് ട്യൂട്ടറായി ജോലിക്ക് ശ്രമിക്കുമ്പോൾ യോഗ്യതകൾ ഉണ്ടായിട്ടും കുട്ടിയുടെ അമ്മയായ കാഷ്യർ അവർ യൂറോപ്യൻ ടൈപ്പ് വ്യക്തിയല്ല എന്ന കാരണം പറഞ്ഞ് ജോലി നിഷേധിക്കുന്നു. നിങ്ങളുടെ കാട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുവരെ കാഷ്യർ ആക്രോശിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം കുടിയേറ്റക്കാർക്ക് ഫ്രാൻസിൽ അനുഭവിക്കേണ്ടി വരുന്ന ദേശീയ മുൻഗണന എന്ന നയത്തിന്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നു.